നമസ്കാരം. കുക്ടെക്കിൻ്റെ ടാപ്പ് ടു ഇറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആനയെ ഇഷ്ടമുള്ളവരുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഈ ഒരു ചോദ്യം അത്ര പ്രസക്തമായൊരു ചോദ്യമല്ല. കാരണം ആനയെ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ ആനകളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു പുതിയ പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളെങ്കിലും അത് വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയിൽ നമ്മൾ കാണുന്ന ആനകളിലല്ല, ആഫ്രിക്കയിലെ ആനകളിൽ നടത്തിയ പഠന റിപ്പോർട്ടാണ് അവർ പുറത്തു വിട്ടിട്ടുള്ളത്. കാരണം ആഫ്രിക്കൻ ആനയും ഇന്ത്യൻ ആനയും തമ്മിൽ നിറയെ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആഫ്രിക്കൻ ആനകളിൽ അവർ 1986 മുതൽ 2022 വരെ നടത്തിയ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടാണ് ജൂൺ 10 അവർ പുറത്തുവിട്ടിട്ടുള്ളത്. മനുഷ്യൻ പരസ്പരം അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പേര് വിളിക്കുന്നതിന് സമാനമായി ആഫ്രിക്കൻ ആനകളും പരസ്പരം അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ കണ്ടുപിടുത്തം. 1986 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ആഫ്രിക്കയിലെ കെനിയയിലെ അംബോസിലി നാഷണൽ പാർക്കിലും സാംബറു ആൻഡ് ബഫല്ലോ സ്പ്രിംഗ് നാഷണൽ റിസർവിലുമായിട്ട് നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ടാണ് നേച്ചർ എക്കോളജി ആൻഡ് എവല്യൂഷൻ ജേണൽ അവർ ജൂൺ 10 പ്രസിദ്ധീകരിച്ചത്. ആനകൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടാവില്ലേ പല വീഡിയോസിലും. ഇപ്പോൾ പാപ്പന്മാരൊക്കെ എന്തെങ്കിലും പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനൊക്കെ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടതിന് അനുസരിച്ചിട്ട് പലതരത്തിലുള്ള ശബ്ദങ്ങൾ അവർ പുറപ്പെടുവിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. നമുക്ക് പേരുകളുള്ളതുപോലെ അവർ പരസ്പരം ഓരോ ആനകളെയും വിളിക്കാൻ ഓരോ തരത്തിലുള്ള ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. കാരണം ഇപ്പോൾ അടുത്ത് നിൽക്കുന്ന കുറച്ച് ദൂരെ അവരെ കാഴ്ചയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആനയെയാണ് അവർ വിളിക്കുന്നതെങ്കിൽ ആ ആനയ്ക്ക് അത് മനസ്സിലാവുന്ന രീതിയിലുള്ള ശബ്ദമാണ് അവർ പുറപ്പെടുവിക്കുക. അതുപോലെ അവരെ കൂട്ടത്തിലുള്ള ആനകളാണെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആനയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർ വിളിക്കുന്നു. അതുപോലെ പരിചയമുള്ള ആനകൾ കൂട്ടത്തിലുള്ള ഓരോ ആനകൾക്കും ഓരോ ഈ ആനേനെയാണ് നമ്മൾ വിളിക്കുന്നത്. കാരണം നമ്മൾ ഒരാളുടെ പേരെടുത്ത് വിളിക്കുമ്പോൾ ആ ആളെയാണ് വിളിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത് പോലെ തന്നെയാണ് ആനകളും ഓരോ ആനകളെ വിളിക്കാനും ഓരോരുത്തർക്കും ഓരോ സൗണ്ടുകളാണ് പുറപ്പെടുവിക്കുന്നത് എന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത്. ആഫ്രിക്കൻ കാട്ടാന കൂട്ടങ്ങളിലെ പെണ്ണാനകളെയും കുട്ടി ആനകളെയുമാണ് പഠനസംഘം പ്രധാനമായും നിരീക്ഷിച്ചിട്ടുള്ളത്. ഇവയുടെ പരസ്പരമുള്ള വിളികൾ റെക്കോർഡ് ചെയ്ത് അതിൽ 469 വിളികൾ മെഷീൻ ലേണിംഗ് മോഡൽ ഉപയോഗിച്ച് വിശകലനം ചെയ്താണ് പുതിയ കണ്ടെത്തലിൽ അവർ എത്തിച്ചേർന്നത്. അപ്പോൾ പഠനത്തിനായി തിരഞ്ഞെടുത്ത മേഖലയിലെ ഓരോ ആനകളെയും ചെവിയുടെ ആകൃതിയിലെ ചെറിയ വ്യത്യാസങ്ങളിലൂടെയാണ് പഠനസംഘം തിരിച്ചറിഞ്ഞിരുന്നത്. കൂട്ടം ആനകളിൽ നിന്ന് തങ്ങൾ ഉദ്ദേശിക്കുന്ന ആനയെ പ്രത്യേകമായി വിളിക്കുന്നതിനാണ് ഇവ പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് ആ പഠന സംഘത്തിലുള്ള ആളുകൾ പറയുന്നത്. ഉദാഹരണമായി അവർ പറഞ്ഞത് ഡോൾഫിനെയോ തത്തകളെയൊക്കെ പോലെ അവർ ശബ്ദങ്ങൾ അനുകരിക്കുകയല്ല, മറിച്ച് നമ്മൾ പേര് വിളിക്കുന്നത് പോലെ അവ ഓരോ ആനകൾക്കും പ്രത്യേകം ശബ്ദങ്ങൾ നൽകിയിരിക്കുന്നു എന്നാണ്. പഠന റിപ്പോർട്ട് അവിടെ കഴിഞ്ഞു. നമുക്ക് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ മൃഗങ്ങളിലെ ഭാവമാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് അറിഞ്ഞു വരാം. ഭാവമാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ മനുഷ്യന്മാർക്കും ഭാവമാറ്റങ്ങൾ ഉണ്ടാവില്ലേ? നമ്മളൊരാളെ കാണുമ്പോൾ ആ ആൾ എന്ത് മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ്. കാരണം ഹാപ്പി ആയിട്ടോ എന്തെങ്കിലും ദുഃഖത്തിലാണോ നിൽക്കുന്നത്, ഡിപ്രഷനിലാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവുന്നത്. അതുപോലെ തന്നെയാണ് മൃഗങ്ങളിലെ ഭാവമാറ്റങ്ങളും. നമുക്ക് ആനയുടെ കാര്യം തന്നെ നോക്കാം. അപ്പോൾ ആനയൊക്കെ ആണെങ്കിൽ ആനയുടെ ശബ്ദം, അവർ ശബ്ദം പുറപ്പെടുവിക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. മറ്റ് ആനകൾക്ക് അവർ സൂചന കൊടുക്കുന്നത് ഒക്കെ നമുക്കും ഇപ്പോൾ നമ്മളെ നാട്ടിൽ കാണുന്ന ആനകളൊക്കെ ആണെങ്കിൽ അടുത്തറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും ആന എന്ത് മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. കാരണം ആനയുടെ ചെവിയും തുമ്പിക്കൈയും വാലും തലയും ഒക്കെ നമ്മളെ പലതും ധരിപ്പിക്കും. ഭയന്ന് ഓടുന്ന ആനയുടെ വാല് പൊക്കി പിടിച്ചിട്ടായിരിക്കും.
കോപം വരുമ്പോൾ ചെവി ശരീരത്തിൽ നിന്നുതിർത്ത് നിശ്ചലമാക്കി വയ്ക്കും. ആ നിൽപ്പിൽ ആനയുടെ ആകാരം കാണുന്ന ആളുകൾക്ക് ഭയാനകമായിട്ട് തോന്നും എന്നാണ് പറയുന്നത്. അതുപോലെ പുലിയുടെയും കടുവയുടെയൊക്കെ മനസ്സിലിരിപ്പ് അറിയുന്നതിന് അതിൻ്റെ ചെവിയുടെ നിലയാണ് നോക്കേണ്ടത്. എന്നാൽ സിംഹത്തിൻ്റെ അതിൻ്റെ കണ്ണാണ് അതിൻ്റെ മനസ്സിൻ്റെ കണ്ണാടി. സിംഹത്തിൻ്റെ കണ്ണ് അതിൻ്റെ മനസ്സിൻ്റെ കണ്ണാടി എന്നാണ് പറയുന്നത്. അതിന് കാരണം അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള അതിൻ്റെ ഭാവമാറ്റങ്ങൾ അതിൻ്റെ കണ്ണിൽ കൂടെ പ്രകടമാവുമെന്നാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സ്പാനിഷ് സയൻറ്റിസ്റ്റുകൾ യൂറോപ്പിലെ സംരക്ഷിത വനത്തിനുള്ളിലെ കുറുനരിക്കൂട്ടങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയതിൽ എത്തിച്ചേർന്ന നിഗമനങ്ങളിലൊന്നാണ് ശ്വാനവർഗത്തിൽപ്പെട്ട മൃഗങ്ങളുടെ ചെവിയുടെ നില അല്ലെങ്കിൽ വാലും ശരീരവുമായുള്ള കോണ്, വാലും ശരീരവും തമ്മിലുള്ള ആംഗിള്, പുറത്ത് കാട്ടുന്ന ദന്തനിരയുടെ വ്യാപ്തി എന്നിവ ആ മൃഗങ്ങളുടെ ഭാവപ്രകടനങ്ങളിലെ പ്രധാന ഘടകങ്ങളാണെന്നാണ്. കുറുനരിക്കൂട്ടത്തിൻ്റെ തലവന് മാത്രമേ വാൽ ഉയർത്തിപ്പിടിച്ചു നടക്കാൻ അവകാശമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളെ നാട്ടിൽ ഇപ്പോൾ കുറുക്കന്മാരില്ലെന്ന്. കാരണം നമ്മളെപ്പോഴും പറയും കുറുക്കന്മാർ സൗണ്ട് കേൾക്കുന്നുണ്ട്, നമ്മൾ കാണാറുണ്ട്, രാത്രി സഞ്ചരിക്കും, പകലൊക്കെ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കുറുക്കനെ കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് കുറുക്കന്മാർ ഇപ്പോൾ ഇല്ല, വളരെ കുറവാണ്, കുറുക്കന്മാരില്ല കേരളത്തിൽ എന്നാണ്. നമ്മൾ കാണുന്നതൊക്കെ കുറുനരീനെയാണ് കാണുന്നത് എന്നാണ് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അതുപോലെ മൃഗങ്ങൾ പല്ലും നാക്കും ഒക്കെ പുറത്ത് കാട്ടുന്ന പ്രകടനങ്ങൾക്ക് പരിഹാസത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ ആഹ്ലാദത്തിൻ്റെയോ ആക്രമണ ലക്ഷ്യത്തിൻ്റെയോ ഒക്കെ ഭാവം കാഴ്ചക്കാരനു തോന്നിയേക്കാമെന്നാണ്. മറ്റു ചില ശരീരഭാഗങ്ങൾ കൂടി നിരീക്ഷിച്ചാൽ മാത്രമേ യഥാർത്ഥ ഭാവം, ആ മൃഗങ്ങളുടെ യഥാർത്ഥ ഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നാണ് പഴയ പഠനങ്ങളെല്ലാം പറയുന്നത്. കുക്ടെക്കിൻ്റെ ടാക് ടു ഇറ്റ് എന്ന് പറയുന്ന പുതിയൊരു സെഗ്മെൻറ്റ് നമ്മളിന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കുറച്ച് അറിവും അതുപോലെ കുറച്ച് വായനാശീലമൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ അതിൽ നിന്നാണ് ഇതൊരു സെഗ്മെൻ്റ് ആക്കാം എന്ന് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് അറിവ് ഉണ്ടാക്കുന്നതിലൂടെ ആ അറിവ് കുറച്ച് നിങ്ങളിലേക്കും എത്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സെഗ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും, അതുപോലെ അറിയാത്ത ടോപ്പിക്കുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ടോപ്പിക്കുകളാണ്, നമ്മൾ പറയുന്ന കണ്ടൻറ്റിനാണ് നമ്മൾ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റേതെങ്കിലും സെഗ്മെൻറ്റിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ സെഗ്മെൻറ്റും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു സെഗ്മെൻറ്റും കൂടി നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ തുടങ്ങുകയാണ്. അപ്പോൾ വീണ്ടും കുക്ടെക്കിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.